കെ ശശി ഏത് പാർട്ടിയിലായിരുന്നു നേരത്തെ? CPM-ലായിരുന്നു. CPM-ൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അനഭിമതനായത്? അദ്ദേഹത്തിനെതിരെ ഇതുപോലുള്ള പരാതികളൊന്നല്ല പലതും ഉണ്ടായിരുന്നു. അങ്ങനെ പരാതികൾ നിമിത്തമാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയത്. അതിനൊരു സമാശ്വാസ സമ്മാനമായിട്ട് ശശിയെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചു. പിന്നെയും പാർട്ടിയും ശശിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. ശശിയുടെ വീട് മണ്ണാർക്കാട് മണ്ഡലത്തിലാണ്. അവിടേക്ക് CPM-കാർ തന്നെ മാർച്ച് നടത്തുന്ന അവസ്ഥയൊക്കെയുണ്ടായി. ആർഷോയെ പോലുള്ള ധീരസഖാക്കൾ ശശിക്കെതിരായിട്ട് വലിയ പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ കേട്ടു. ഏറ്റവും ഒടുവിൽ ശശി മാർക്സിസ്റ്റ് പടകുടീരത്തിൽ നിന്ന് പുറത്തു വന്നു. അദ്ദേഹം UDF-ൻ്റെ പിന്തുണയോടി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് കൈപ്പത്തി കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചന ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും കൈപ്പത്തിയും കൂടി കൊടുക്കേണ്ട, പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. കോൺഗ്രസ്സിന് കിട്ടുന്ന സീറ്റുകളിൽ ആരെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമുക്ക് ആർക്കും അതിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല.